എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒന്നിച്ചുള്ള ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 30-31 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 8:30-31. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തേരിനോട് ചേർന്ന് നടന്ന ഫിലിപ്പോസ് ഷണ്ണൻ്റെ ക്ഷണം സ്വീകരിക്കുകയാണ്. അദ്ദേഹം ക്ഷണിക്കപ്പെട്ട അതിഥിയായി ആദ്യമായി കാണുകയും ഇടപെടുകയും ചെയ്യുകയാണ്. അപരിചിതനാണെങ്കിലും തന്നിൽ തൽപരനായ ആളായി ഫിലിപ്പോസ് ഷണ്ണന് അനുഭവപ്പെട്ടു. ഗ്രഹിക്കാൻ പ്രയാസമുള്ളവ പൊരുൾ തിരിച്ച് സഹായിക്കുന്നവനായി അവൻ തീർന്നു. ഫലകരമായ ആളാം പ്രതി വേല അല്ലെങ്കിൽ ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു നല്ല മാതൃകയായി ഈ സംഭവത്തെ നമുക്കറിയാം. മറ്റൊരാളിൻ്റെ അനുവാദമില്ലാതെ ആ ആളിനെ നിർബന്ധിതമായി ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ പുതിയ അറിവ് പകരുന്നതിനോ ഒന്നും നമുക്ക് വലിച്ചുകൊണ്ട് വരാൻ സാധിക്കില്ല. ക്ഷണം സ്വീകരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊരാളിൻ്റെ അനുവാദമില്ലാതെ നമുക്കാരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ക്ഷണിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സമീപനമൊക്കെ വളരെ ഹൃദ്യമായിരിക്കണം. ഒരു പ്രാവശ്യം കാണുന്ന ആളിനെ വീണ്ടും ഹായ് പറയാൻ അല്ലെങ്കിൽ വീണ്ടും വിളിക്കാൻ, സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ സംഭാഷണവും സംസാരവും ഇടപെടലുമൊക്കെ ഹൃദ്യമാകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടും. ഒരു പ്രാവശ്യം കണ്ടയാളിനെ ഇനി കാണരുതേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. ഫിലിപ്പോസ്, ഷണ്ണൻ, ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വലിയ ഹൃദയബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നു, നമ്മൾ കാണുന്നു, തുടർന്ന് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കിയൊക്കെ ഫിലിപ്പോസ് ഷണ്ണനോട് സംസാരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. ഒരു എത്യോപ്യക്കാരനായ മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും കൊലയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നവനെക്കുറിച്ച് വായിച്ചു. ആ ഭാഗം ആധാരമാക്കി ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഫിലിപ്പോസ് പരിചയപ്പെടുത്തി. കഷ്ടപ്പെടുന്ന മശിഹ എന്ന ചിന്ത യഹൂദ മതത്തിൽ ഇല്ലായിരുന്നു. ഫിലിപ്പോസ് നൽകിയ വിശദീകരണം കേൾവിക്കാരൻ പുതിയ ഉൾക്കാഴ്ച നൽകി. സംഭാഷണത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും കേൾവിക്കാർക്ക് പുതിയ ഒരു അറിവ് ഇതിലൂടെ ഉണ്ടാകുന്നു. അപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തുന്നതാണ് സഭയുടെ ദൗത്യം, അല്ലെങ്കിൽ സുവിശേഷ വേല എന്ന് പറയുന്നത് അതാണ്, ഇൻട്രഡ്യൂസിങ് ജീസസ്. അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കർത്താവിനെ അറിഞ്ഞ എല്ലാ ആളുകൾക്കും മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കർത്താവിനെ പരിചയപ്പെടുത്താൻ സാധിക്കും. അത് ഒരു ആത്മീയ ബന്ധത്തിൻ്റെ അടിത്തറ അതാണ്. ഫിലിപ്പോസ് ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എത്യോപ്യക്കാരൻ്റെ ഹൃദയത്തെ ഒരുക്കി. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് എങ്ങനെയെല്ലാം ഒരാളിനെ വഴി നടത്തുന്നു, ക്രിയ ചെയ്യുന്നു എന്നതുള്ളതാണ്. എത്യോപ്യക്കാരൻ്റെ ഹൃദയത്തെ ഒരു നല്ല നിലമാക്കി ഒരുക്കിയെടുത്തു. അപ്പോൾ പറയുന്ന ആളിനോടും കേൾവിക്കാരനോടും പരിശുദ്ധാത്മാവ് ഒരുപോലെ പ്രവർത്തിക്കും. യെശയ്യാ പ്രവചനത്തിൽ മാത്രമല്ല, തിരുവചനമാകമാനം പ്രതിപാദിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. ബൈബിൾ തുറന്ന് കാണും ഞാൻ യേശുരാജനെ. അതെ, വേദപുസ്തകത്തിലെ പ്രതിപാദ്യം യേശു കർത്താവാണ്. പണ്ടത്തെ ഒരു VBSൻ്റെ പാട്ടാണത്.
ഈ ഗ്രാമങ്ങൾ തോറും തലച്ചുമടായി വേദപുസ്തക പ്രതികൾ വിറ്റ് വന്നിരുന്ന ഒരാളിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പകലന്തിയോളം ഇത് വിറ്റ ശേഷം മിച്ചം വന്ന ചുരുക്കം ചില പുസ്തകങ്ങൾ ഒരു ചെറിയ കെട്ടാക്കി ഭവനത്തിലേക്ക് മടങ്ങിപ്പോവും. സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ള ഒരു ഭാണ്ഡവുമായി പോകുന്ന മനുഷ്യനെ കണ്ട് വിലപിടിപ്പുള്ള എന്തോ കടത്തുകയാണെന്ന് കരുതി വഴി അരികിൽ പതിയിരുന്ന ഒരു കൊള്ളക്കാരൻ അദ്ദേഹത്തെ പിടികൂടി. കെട്ടഴിച്ചപ്പോൾ നിരാശ തോന്നി. വിട്ടയച്ചാൽ തന്നെക്കുറിച്ചുള്ള വാർത്ത പരക്കും. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കൊല്ലപ്പെടുന്നതിന് മുൻപ് തൻ്റെ പുസ്തകത്തിൽ നിന്ന് ഓരോ ഭാഗം വായിച്ചു കേൾപ്പിക്കാൻ അനുവാദം ചോദിച്ചു. അനുവദിച്ചപ്പോൾ ഒരു പുസ്തകത്തിൽ നിന്ന്, അതായത് 23-ാം സങ്കീർത്തനം അനുഭവരസത്തോടെ പാടി കേൾപ്പിച്ചു. അതിൽ ആകൃഷ്ടനായി അദ്ദേഹം മാറി. മറ്റൊന്നിൽ നിന്ന് നല്ല ശമരിയാക്കാരൻ്റെ കഥ പറഞ്ഞു. മുടിയൻ പുത്രൻ്റെ ഉപമ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം നല്ല നല്ല കഥകളാണ്, ആസ്വാദ്യകരമാണ് എന്ന് കൊള്ളക്കാരന് തോന്നി. പുസ്തകങ്ങളെല്ലാം കൊള്ളക്കാരൻ തൻ്റെ കൈവശം വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ജീവൻ കിട്ടിയതിൽ ദൈവത്തെ സ്തുതിച്ച് ഈ പാവം പുസ്തക കച്ചവടക്കാരനും തൻ്റെ വഴിക്ക് പോയി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. യാദൃശ്ചികമായി കച്ചവടക്കാരനും പഴയ കൊള്ളക്കാരനും തമ്മിൽ കണ്ടുമുട്ടി. കൊള്ളക്കാരനായിരുന്നവൻ ഇപ്പോൾ ഒരു പട്ടക്കാരനാണ്. സംശയം തോന്നി പകച്ചു നോക്കിയ കച്ചവടക്കാരനോട്, സംശയിക്കേണ്ട, ഇത് നീ ഉദ്ദേശിക്കുന്ന പണ്ട് കൊള്ളക്കാരനായിരുന്നവൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പാവം കച്ചവടക്കാരൻ ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞു, ഇറ്റ് വാസ് യുവർ ബുക്ക് ദാറ്റ് ഡിഡ് ഇറ്റ്. നിന്റെ ആ പുസ്തകങ്ങളുണ്ടല്ലോ, അവയാണ് എന്നെ രൂപപ്പെടുത്തിയത്. അപ്പോൾ തിരുവചനം ഒരു ആളത്വത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഇവിടെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസ് ഷണ്ണന് സ്നാനം നൽകുന്നതും ഇതൊരു വലിയ ടേണിംഗ് പോയിൻ്റായി തീരുന്നതുമൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ സാക്ഷികളായി സഭയിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ജീവിക്കാൻ നമ്മെ വിളിച്ചു. ആ ഒരു വലിയ ദൗത്യം, ആ ദൗത്യബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏതൊരാളിനോടും നമ്മൾ അനുഭവിച്ച് അറിയുന്ന കർത്താവിനെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും. ഒരു വ്യക്തിയെ നേടുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് അവരുമായി നല്ല സൗഹൃദത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. ഈ നാളുകളിൽ കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിചയപ്പെടുത്തണമെങ്കിൽ ലോകം പ്രതീക്ഷിക്കുന്നവരെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നു. മരുരൂപമലയിലേക്ക് കർത്താവ് കയറിപ്പോയി മറുരൂപപ്പെട്ട് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ ചന്ദ്രരോഗം ബാധിച്ച ഒരു മകനെയും കൊണ്ടൊരു പിതാവ് വരുന്നു. ഇവൻ പലപ്പോഴും തീയിലും വെള്ളത്തിലുമൊക്കെ വീണ് ആകെ വൈകൃതമാകുന്നു, ഇവനെ രക്ഷിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാരോട് പിതാവ് പറഞ്ഞിട്ട് ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മിൽ നിന്നും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നു. കർത്താവിനെ പരിചയപ്പെടുത്തുന്ന ആ ഒരു വലിയ ദൗത്യബോധം നമ്മെ ഭരിക്കട്ടെ. നമ്മളെല്ലാവരും സുവിശേഷകരാകണം എന്നില്ല, എല്ലാവരും പട്ടക്കാർ ആകണമെന്നില്ല. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത്, നമ്മുടെ ജോലിയിടങ്ങളിൽ, നമ്മൾ ഉദ്യോഗം ചെയ്യുന്ന സ്ഥലത്ത് കർത്താവിന് സ്വീകാര്യനായി ജീവിച്ചാൽ മറ്റുള്ളവർക്കും നമ്മൾ സ്വീകാര്യരാകും. അങ്ങനെയുള്ള ജീവിതം, അങ്ങനെയുള്ളൊരു ക്രമം നമുക്ക് ദൈവം തമ്പുരാൻ നൽകട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം. സാധ്യതകളുടെയും നന്മകളുടെയും ലോകത്തേക്ക് പ്രവേശിപ്പാൻ പുതിയ പുലരി ഒരുക്കി നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ജീവിതത്തിനാവശ്യമായ കൃപകളൊക്കെ നൽകണമേ. മറ്റുള്ളവരുടെ മുൻപാകെ
കർത്താവിൻ്റെ സാക്ഷിയായി വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ നിറസാന്നിധ്യം നൽകണമേ. ഞങ്ങളുടെ യാത്രകളിലും ജോലി സംബന്ധമായ ഇടങ്ങളിലുമൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ നിഴലിൽ കാക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.